ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഓഫീസിലാണ്. ഓഫീസിൽ നിന്നൂടെ പോകുന്ന ടൈമാണ് ഒരു 4:30 ആയി. സോ ഗോയിങ് ഫോർ ടീ ഡേറ്റ് വിത്ത് മൈ ഹസ്ബൻഡ്. അപ്പം പുള്ളിക്കാരൻ വരുന്നതായിരിക്കും ഇപ്പം കുറച്ച് കഴിയുമ്പോൾ. ഷോ യു. കുക്ക് ചെയ്യാൻ എന്നെ വരുമെന്നൊക്കെ പറഞ്ഞ ആൾ ഇതുവരെ കാണാനില്ല. ഞാൻ ഇറങ്ങി ഒരു 10 മിനിറ്റായി, ഇതുവരെ കാണാനില്ല. അങ്ങനെ ഞാൻ തണലത്ത് മാറി നിൽക്കുന്നു ഗൈസ്. അപ്പം എന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ പേര് രമ്യ. ഇന്നത്തെ വ്ളോഗ് ഒരു പ്ലാൻഡ് വ്ളോഗൊന്നും അല്ലായിരുന്നു. ഓൾ ഓഫ് എ സഡൻ എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു. ടീ ഡേറ്റ് വിത്ത് മൈ ഹസ്ബൻഡ്. കുറേ കാലമായി ലൈക്ക് ഞങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ട് എവിടെയെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കുകയോ ഒരു ടൈം സ്പെൻഡ് ചെയ്യുകയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. സോ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാനും ഗിരീഷും കൂടെ പോയിട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിക്കാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട്, എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാം. സോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, താങ്ക് യു. ഐ ഷോ യു. ഞങ്ങൾ എവിടെയാണ് അപ്പം പോകുന്നതെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പ്ലാൻ ചെയ്യണം എവിടെയാണ് പോകേണ്ടതെന്ന്, എവിടെയാണ് ചായ കുടിക്കാൻ പോകേണ്ടത്. തൊട്ടപ്പുറത്ത് തന്നെ ചായക്കാരിയുണ്ട്, പക്ഷെ എനിക്ക് വലിയ താല്പര്യമില്ല. ബട്ട് ലെറ്റ്സ് സീ. ഇനി പുള്ളിക്കാരൻ വന്നിട്ട് നമുക്ക് നോക്കാം എവിടെ പോകാൻ. സോ സ്റ്റേ ട്യൂൺഡ്. ഇവിടെ പോയാലോ? ആവിയിൽ ചായ കിട്ടുമോ? അങ്ങനെ ഗൈസ്, നമ്മൾ ആവി റെസ്റ്റോറൻറ്റിൽ വന്നേക്കുന്നു. ചായ സ്നാക്സ് ഉണ്ടോ? ഇരിക്കാം. കുഴപ്പമില്ല കേട്ടോ, വലിയ കുഴപ്പമില്ല. പിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഐ ഹാവ് ഓർഡർ 1 ചായ, 2 ചായ, ഒരു പുട്ട്, ശർക്കര പുട്ട്. ഇത് രണ്ടുമാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. ഒരു ഹൈജീൻ്റെ പ്രശ്നമുണ്ട് ഗൈസ്, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. And on top of that, some smell is coming. എങ്ങനെയുണ്ട് ചായ? പാലിന്റെ ടേസ്റ്റ് വരുന്നുണ്ടോ? എൻ്റേത് ശർക്കര ഇടിയിപ്പിച്ച ചായ. കുഴപ്പമില്ല. എന്തൊരു കയപ്പുണ്ടല്ലേ. അതന്നെ ചോദിച്ചു ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. അപ്പൊ ഗൈസ്, ചായ ഇസ് ഓക്കെ. പുട്ട്, ശർക്കര, പഴം, തേങ്ങാപ്പാല്. കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നു. കഴിച്ചിട്ട് പറയൂ. കൊള്ളാം. ഞാനും കഴിച്ചു നോക്കട്ടെ. ശർക്കര എന്നാത്തിട്ട് ആവി കൊടുത്തു. ആ തേങ്ങാപ്പാൽ ഒഴിക്കും. നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചോ? എവിടെ ഒഴിച്ചു? തേങ്ങാപ്പാലിന്റെ കൂടെ നല്ല രസമുണ്ടല്ലേ. തേങ്ങാപ്പാലും ഒഴിക്കും.
ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ അല്ലേ? തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച്. അപ്പം ഗൈസ് സൂപ്പർ. ഇതിൻ്റെ കൂടെ ഒരു ചുക്ക് കാപ്പിയുണ്ട്. കോംബോ ആണ്. തേങ്ങാപ്പാല്, പപ്പടം, ശർക്കര പുട്ട്, പഴം, ചുക്ക് കാപ്പി. ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. ഇനി അടുത്ത പഴത്തിൻ്റെ കോമ്പിനേഷൻ. പഴം മിക്സ് ചെയ്ത് കഴിക്കാം. മറ്റേ സാബുമോൻ പറയുന്ന പോലെ ഫുഡീസ് കാണിക്ക, അങ്ങനെ കാണിക്ക. ഇനി കാണിക്കേ, ഇനി അങ്ങനെ 185 റുപ്പീസുമായി. പുട്ടൊക്കെ അടിപൊളിയായിരുന്നു, സൂപ്പർ.